بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക് ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. 258 മുതൽ 60 വരെയുള്ള ആയത്താണ് എടുത്തത്. ഇൻഷാ അല്ലാഹ് ഒന്നുകിൽ 2 ആയത്ത് നമ്മുടെ സമയം ലഭിക്കുകയാണെങ്കിൽ 3-ാമത് ഓതിയ ആയത്ത് കൊടുക്കും. ഞാൻ നേരത്തെ ആമുഖമായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആയത്തുകൾ തുടങ്ങുന്നത് 1-ാമത്തെ വിഷയം ഇബ്രാഹിം നബിയുടെ ജീവിതകാലത്ത് ഒരു ഡിബേറ്റ് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ഇത് ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കഥ സൂചിപ്പിക്കുകയാണ്. അലം തറ, ഖുർആൻ കുറേ ആയത്തുകളിൽ ശൈലി ഉപയോഗിക്കാറുണ്ട്. നീ കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. അലം തറ, റസൂലെ നിങ്ങൾ കണ്ടില്ലേ, ഇലല്ലദി, ഒരുത്തനെ, ഒരാളെ കണ്ടില്ല. എന്താണ് അവരുടെ പ്രത്യേകത? ഹാജ്ജ ഇബ്രാഹീമ, ഇബ്രാഹീമിനോട് തർക്കം നടത്തിയ, ഇബ്രാഹിം നബിയോട് ഒരു വാദം നടത്തിയ ഒരാളെ കണ്ടില്ലേ. റസൂലുള്ളാഹിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ല എന്നല്ല, ആ സംഭവം അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഫി റബ്ബിഹി, ഇബ്രാഹിം നബിയുടെ റബ്ബിൻ്റെ വിഷയത്തിൽ, അള്ളാഹിൻ്റെ വിഷയത്തിൽ, റബ്ബിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബിയോട് വാദം നടത്തിയ ഒരാളെ നിങ്ങൾ കണ്ടില്ലേ. അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അദ്ദേഹത്തിന് രാജത്വം നൽകി.
ഇത് ഒരു ചുരുങ്ങിയ രൂപം പറയാണ്. നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ കാലം ആ സമയം തൊട്ട് തന്നെ, അതുപോലെ തന്നെ മൂസാ നബിയുടെ കാലത്ത്, ഈ കാലങ്ങളിലൊക്കെ രാജാക്കന്മാർ ദൈവമാണ് എന്ന് പറയുന്ന സമയമായിരുന്നു. എല്ലാവർക്കും അറിയാലല്ലേ, ഫറവോമാർ മൂസാ നബിയുടെ കാലത്തുള്ള ഈ ഈജിപ്തിൻ്റെ അധികാരികൾ, അവരും പറയൽ എന്താണ്, ഞങ്ങൾ ദൈവമാണെന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ പണ്ഡിതന്മാർക്ക് ഈ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഏകദേശം ഈ അടുത്ത് വരെ, ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല, രാജാക്കന്മാർ ദൈവങ്ങളാണ്, ഞങ്ങളെ ആരാധിക്കണം, ഞങ്ങളെ പൂജിക്കണം എന്ന നിലക്ക് വാദങ്ങളുള്ളത് ഈ അടുത്ത് വരെ ലോകത്ത് നിലനിന്നിരുന്നു. പല രാജ്യങ്ങളിലും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവരാരും ആകാശത്തെ പഠിച്ചതോ മഴ തരുന്നതോ പിന്നെ സസ്യം മുളപ്പിക്കുന്നതോ ഒന്നും ഞങ്ങൾ ആണ് എന്ന് വാദിക്കില്ല. അതിനൊക്കെ സാക്ഷാൽ ഒരു പരമേശ്വരൻ ഉണ്ടാകും. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും ഞങ്ങളാണ് സുഖം നൽകുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരു ദൈവത്തെ പോലെ ഞങ്ങളെ കണക്കാക്കണം എന്നാര് വാദിച്ചിരുന്നു? പല രാജാക്കന്മാരും വാദിച്ചിരുന്നു. ഇബ്രാഹിം നബിയുടെ കാലത്ത് ആ വാദമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ചരിത്രത്തിൽ ഈ തഫ്സീറുകളിൽ ഈ രാജാവ് ഒരു രാജാവാണ് തർക്കിക്കുന്നത്. അള്ളാഹു ആ വ്യക്തിക്ക് രാജത്വം നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലത്തിലെ രാജാവിൻ്റെ പേരെന്താണ്? നമ്രൂദ്. ഖുർആൻ ആ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്രൂദ് എന്ന പേര് പിന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടില്ല. ഈ സമയത്ത് മാത്രം ആ ചരിത്രത്തിൽ ഈ പേര് സൂചിപ്പിക്കാതെ പോലും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇവിടെ മാത്രം. എന്നിരുന്നാലും നമ്രൂദ് എന്ന് തന്നെയാണ് പിന്നെ മുഫസ്സിറുകളും അതുപോലെ തന്നെ ഈ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ച പേര്. ആ ഇബ്രാഹിം നബിയോട് തർക്കിക്കാൻ ആ നാട്ടിൽ ആ രാജാവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഇബ്രാഹിം നബിയോട് എന്ത് ചെയ്യാണ്? വാദം നടത്തുകയാണ്. എന്താണ് വാദങ്ങൾ? ഒരുപാടൊന്നും വിശദീകരിച്ചിട്ട് ഖുർആനിലില്ല. അള്ളാഹു ആലം. ഈ ആശയം, ഈ ആയത്ത് കാണുമ്പോൾ ആരാണ് അള്ളാഹ് എന്നായിരിക്കും ചോദിച്ചത്. അതുകൊണ്ടായിരിക്കും പിന്നെ ഇബ്രാഹിം നബിയുടെ തുടക്കം തന്നെ ഇത് കാല ഇബ്രാഹിം, തർക്കം നടക്കുകയാണ്. ഇത് കാല ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം എന്താണ്? ഇബ്രാഹിം ആ സമയത്ത് പറയാണ്, റബ്ബി, എൻ്റെ റബ്ബാണ്, അല്ലദി യുഹ്യി വയുമീത്ത്, എൻ്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ പിന്നെ കുറേ ഉത്തരങ്ങളുണ്ട്. ആരാണ് അള്ളാഹ്, ആരാണ് റബ്ബ് എന്ന് ചോദിക്കുന്നതിന് കുറേ ഉത്തരമുണ്ട്. മൂസാ നബിയോടും ഫിർഔൻ ചോദിച്ചത് എന്താണ്? ആദ്യത്തെ ചോദ്യം മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞു, നീയും നിൻ്റെ സഹോദരനും കൂടി ഫിർഔൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് മാന്യമായിട്ട് ലയ്യനായിട്ട് അവനോട് കാര്യം സംസാരിക്കുക. അങ്ങനെ സംസാരം തുടങ്ങിയ ഫിർഔൻ ആദ്യം ചോദിച്ചത് എന്താണ്? ഫമൻ റബ്ബുക്കുമാ യാ മൂസ, നിൻ്റെ റബ്ബാരാ അല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും ഒരു ചോദ്യം നടന്നിട്ടുണ്ടാകും, ആരാ മൂസ, ആരാ ഇബ്രാഹിം നിൻ്റെ റബ്ബ്? ഇബ്രാഹിം നബി പറഞ്ഞ ഉത്തരം എന്താണ്? എൻ്റെ റബ്ബാണ് യുഹ്യി വയുമീത്ത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എൻ്റെ റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പോൾ രാജാവ് പറയണം, രാജാവ് പറഞ്ഞു, അന ഉഹ്യി വ ഉമീത്ത്. ഇവിടെ ആരാ ജീവിപ്പിക്കലും മരിപ്പിക്കലും? ഞാനാണ്. അന ഉഹ്യി, ഞാൻ ജീവിപ്പിക്കുന്നവനാണ്, വ ഉമീത്ത്, ഞാൻ മരണപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയത്തെ പിന്നെ ഇബ്രാഹിം നബി തർക്കിച്ചിട്ടുണ്ടോ തർക്കിച്ചിട്ടില്ല ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി വിഷയം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എറിയാണ് ചെയ്യുന്നത്. എന്താണ് ഈ രാജാവ് ഞാനാണ് ജീവിപ്പിക്കുന്നവൻ ഞാനാണ് മരിപ്പിക്കുന്നവൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഞാനാണ് ദൈവം, ഞാനാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. യെസ്, ഞാനാണ് എന്ത് ചെയ്യുന്നത്? പലരെയും കൊല്ലുന്നത്. ഞാൻ എൻ്റെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പലരും മരിക്കും, അപ്പോൾ ഞാൻ അവരെ മരിപ്പിക്കുകയാണ്. കൊല്ലാൻ വിധിച്ച പലരെയും ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. ഞാൻ കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ അവർ ജീവിക്കും. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ദൈവം. ഇബ്രാഹിം, നീ പറഞ്ഞ ആ വിഷയം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം നബി ഒറ്റയടിക്ക് അതിലേക്ക് കടിച്ചു തൂങ്ങാതെ വിഷയം മാറ്റാണ്. എന്നാൽ കാല ഇബ്രാഹിം പറഞ്ഞു, ഫ ഇന്നല്ലാഹ, അപ്പോൾ എൻ്റെ അള്ളാഹ്, തീർച്ചയായും അള്ളാഹു തആല യഅ്തി, ഈ യഅ്തി അത്താ യഅ്തി വരിക എന്ന തൊട്ടിപ്പുറത്തെ പദം എന്താണ്? ബി അല്ലേ? അത്താ ബി എന്നുള്ളത് അറബിയിലൊരു പ്രയോഗ. അത്താ വന്നു, ബി വെച്ചാൽ ഒരു ഹർഫ, കൊണ്ട് എന്നുള്ള അർത്ഥം. അത് വേറൊന്നിൻ്റെ കൂടെ ചേരുമ്പോഴാണ് അതിന് അർത്ഥം വരിക. അത്ത വന്നു, ബി എന്നുള്ള ചില എന്തായിരിക്കും? കൊണ്ട്. അപ്പോൾ എന്തായിരിക്കും അത്താ ബി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒന്ന് അറബി പഠിക്കേ. കൊണ്ടുവന്നു അല്ലേ? യഅ്തി ബിശംസി, ഷംസിനെ കൊണ്ടുവരുന്നു. എൻ്റെ റബ്ബ് സൂര്യനെ കൊണ്ടുവരുന്നു. മിനൽ മഷിരിഖി, മഷിരിഖിൽ നിന്ന് അഥവാ കിഴക്കിൽ നിന്ന് കൊണ്ടുവരുന്നു. ഫഅ്തി ബിഹാ, എന്നിട്ട്
അതിനെ കൊണ്ടുവരും മിനൽ മഗ്രിബി, എവിടുന്ന്? പടിഞ്ഞാറിൽ നിന്ന്. അഥവാ എൻ്റെ റബ്ബ് കിഴക്ക് ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്നു സൂര്യനെ, അതുപോലെ തന്നെ അതിനെ പടിഞ്ഞാറിൽ നിന്നും എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ്. ഇതാണ് എൻ്റെ റബ്ബിൻ്റെ പ്രത്യേകത. കിഴക്ക് വന്ന പിന്നെ സൂര്യൻ അതുപോലെ തന്നെ പടിഞ്ഞാറിലേക്ക് പോകുന്ന രീതിയിൽ എൻ്റെ റബ്ബ് ഈ സൂര്യൻ്റെ ഗതികളെ നിയന്ത്രിക്കുന്നു എന്ന് പറയാണ്. അതോടുകൂടി ഫബുഹിതല്ലദീ കഫർ, പിന്നെ നിഷേധിച്ചവൻ അവിടെ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഇബ്രാഹിം നബി രണ്ടാമത് പിടിച്ച വിഷയമാണിത്. അഥവാ ഈ അള്ളാഹ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭാഗത്തു നിന്ന് മാറിയിട്ട് ഇവർ ഒരു കാലത്തുള്ള സത്യനിഷേധികളായ രാജാക്കന്മാരോ ദൈവങ്ങളാണെന്ന് വാദിച്ചവരോ അവർ പിന്നെ എന്ത് ചെയ്യുന്നില്ല, വാദിക്കാത്ത ഒരു ഭാഗത്തേക്ക് ഇബ്രാഹിം നബി ആകാശലോകത്ത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കാണ് കൊണ്ടുപോയത്. അതോടുകൂടി എന്ത് ചെയ്യാണ്? ആ വിശ്വസിച്ചവൻ അഥവാ ആ രാജാവ് ഉത്തരം മുട്ടി സ്തംഭിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ തഫ്സീറിൽ കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ആദ്യത്തെ ചോദ്യത്തിൽ പിന്നെ ആരാണ് ജീവിപ്പിക്കുന്നവൻ, ആരാണ് മരിപ്പിക്കുന്നവൻ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹിൻ്റെ പ്രത്യേകതയായിട്ടാണ് അത് പറഞ്ഞത്. അത് അദ്ദേഹം പല ന്യായങ്ങളും വാദങ്ങളൊക്കെ നിരത്തിയിട്ട് ന്യായം സ്ഥാപിച്ചിട്ടുണ്ടാകാം. രണ്ടാമത് ഇവിടെ ഇബ്രാഹിം നബി പറഞ്ഞു അള്ളാഹു സൂര്യനെ കിഴക്കുന്ന് കൊണ്ടുവരുന്നവനാണ് എന്ന രീതിയിൽ ഇബ്രാഹിം നബി തർക്കിച്ചപ്പോഴും നിഷേധിച്ചവൻ പരാജയപ്പെട്ടു എന്നതിലപ്പുറത്ത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നില്ല, ഖുർആൻ വിശദീകരണങ്ങളില്ല. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് അത് അള്ളാഹു ആലം എന്താണോ പിന്നീട് അള്ളാഹു ഇത്ര പിന്നെ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും മറ്റേ വ്യക്തി ഈ നമ്രൂദ് രാജാവ് തോറ്റ് പിന്മാറി അടങ്ങി നിന്നു എന്നൊന്നും എവിടെയില്ല. ഏതുപോലെയാണ് ഉദാഹരണം കൊടുത്തത്? ഇപ്പോൾ ഫിർഔൻ തന്നെ, ഫിർഔനും പിന്നെ അതുപോലെ തന്നെ മജീഷ്യന്മാരൊക്കെ മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നു. പക്ഷേ മജീഷ്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വിശ്വാസം നൽകിയപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റബ്ബിനെ കൃത്യമായി അവർക്ക് ആ രാജാവിനെ ബോധ്യപ്പെടുത്തിയപ്പോഴും പിന്നെ ഫിറോൻ പ്രഖ്യാപിച്ചത് ഇവൻ വലിയ കള്ളനാണ്, ഇവൻ നിങ്ങളെയും കൂടി എന്ത് പഠിപ്പിച്ച ആളാണ്, നിങ്ങളെ സീറ് പഠിപ്പിച്ച അല്ലെങ്കിൽ മേജിക്ക് പഠിപ്പിച്ച ആളാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അനുവാദം ഇല്ലാണ്ട് ആരും വിശ്വസിക്കരുത്, വിശ്വസിച്ചാൽ ഞാൻ വിഭിന്നമായി കൈകാലുകൾ വെട്ടുമെന്നാണ് പറഞ്ഞത്. അത് തോൽവി ആരും എന്ത് ചെയ്യൂല, പരസ്യമായിട്ട് സമ്മതിക്കൂല. അതുപോലെ തന്നെ ആയിരിക്കാം ഈ നമ്രൂദ് രാജാവ് ഈ ഡിബേറ്റിന്, ഈ തർക്കത്തിന് ശേഷം ആ വ്യക്തിക്കും സംഭവിച്ചത് എന്നാണ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്നിരുന്നാലും ഇബ്രാഹിം നബിയുടെ ചോദ്യത്തിൽ ഉത്തരം മുട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ നമുക്കൊരു പാടാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് വല്ലാഹു, അള്ളയാണ് ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ, അക്രമികളായ ആളുകളെ അള്ളാഹു തആല ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യൂല, നേർമാർഗത്തിലേക്കാക്കില്ല. കഴിഞ്ഞ ആയത്തുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണിത്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറു ഔലിയാഹുമുത്താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത് എന്ന് പറഞ്ഞ ആയത്തില്ലേ, മുമ്പിന് വന്ന് കേട്ട ആളുകൾക്ക് മനസ്സിലാകും അല്ലേ. അള്ളാഹുവാണ് വിശ്വസിച്ചവരുടെ വലിയ, ഒരുപാട് ഷിർക്കിൻ്റെ കുഫറിൻ്റെ ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു അവരെ നന്മയിലേക്ക് കൊണ്ടുവരുന്നു. മറ്റു കാഫിര്യങ്ങളാകട്ടെ അവരുടെ രക്ഷാധികാരിയും സ്നേഹബന്ധുക്കളൊക്കെ ത്വാഗൂത്താണ്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാവരും, എല്ലാ തോന്നിവാസികളും അവരുടെ കൂട്ടുകാരാണ്. അവർ തോന്നിവാസത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് ആളുകളെ തോന്നിവാസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ വിഷയം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു തആല ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അഥവാ നമ്രൂദ് രാജാവ് അടക്കമുള്ള എല്ലാ കാഫിറുകളും സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും അസത്യം പരാജയപ്പെട്ട് കഴിഞ്ഞാലും ആ വിഭാഗത്തിന് ഒരു നല്ല ഒരു രീതിയല്ല ഉണ്ടാകുക. അള്ളാഹു ആ ദുർമാർഗികളെ നേർവഴിയിലേക്ക് ഒരിക്കലും നയിക്കില്ല എന്ന ആ അവസാനത്തെ ഭാഗത്തോടുകൂടി നമ്രൂദും ഈ തർക്കത്തിൽ ഉത്തരം മുട്ടിയപ്പോൾ നല്ല സമീപനം അല്ല ഇബ്രാഹിം നബിയോട് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് എന്നതാണ് സൂചിപ്പിച്ചത്. വ്യക്തമായിട്ടുണ്ടോ? അഥവാ ഇബ്രാഹിം നബിയുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിയിട്ടുണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൽ നിന്നൊരു നല്ല സമീപനം ഉണ്ടായിട്ടില്ല എന്നതിന് തെളിവാണ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ, അക്രമികളായ ആളുകൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കൂല. ഉത്തരം മുട്ടിയിട്ടും കാര്യമില്ല. ഈ ഹിദായത്ത് ആരെന്നെ കൊടുക്കണം? അള്ളാഹ് തന്നെ കൊടുക്കണം. നമുക്കും അറിയാം, നമുക്കും മനസ്സിലാകണം സത്യാന്ന് എത്ര ആളുകൾക്ക് അറിയാം.
അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ പഠിച്ച് കളിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ. അത് ഏത് വിഷയത്തിൽ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്, ഇന്നിങ്ങനെ പ്രചരിക്കുകയാണ് തലശ്ശേരി കോടതിയിലത്തെ ഒരു വിഷയം അല്ലേ. ഉപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു, കുടുംബക്കാരൻ നാട്ടുകാർ തല്ലുണ്ടാക്കുന്നു, കുടുംബക്കാർ തല്ലുണ്ടാക്കുക, എല്ലാം ഇതിന് ഒന്നാമത്തെ സ്രോതസ് എവിടെയാണ്? അള്ളാഹ്. ആരാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നേർ വഴി തോന്നിപ്പിച്ചു കൊടുക്കേണ്ടത്? ആരാണ്? അള്ളാഹ്. അത് ഇത്ര വലിയ കുടുംബത്തിലേത് പിന്നെ എവിടെ? കഅബത്തിൻ്റെ അടുത്ത് നിന്നല്ലേ മക്കത്തെ മുശ്രിക്കുകളൊക്കെ ഉണ്ടായത് അല്ലേ. തലശ്ശേരിയോ കേരളത്തിലൊന്നല്ലല്ലോ. കഅബ അള്ളാൻ്റെതാ. ആ കഅബത്തിൻ്റെ ഉള്ളിൽ ഇസ്മായിൽ നബീനെ ഇബ്രാഹിം നബീനെ വിഗ്രഹമുണ്ട്. അത് മക്കത്തെ മുശ്രിക്കുകൾ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. എന്തിനാ പിന്നെ സഫ മർവ മലയിൽ കയറുമ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ല എന്ന ആയത്ത് ഓതിയിട്ട് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി എന്നുള്ള ആയത്ത് അൽ ബഖറ നമ്മൾ എടുക്കുമ്പോൾ വിശദീകരിച്ചല്ലോ. സഫയും മർവൊക്കെ അള്ളാഹിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നമാണ്. അവിടെ ആരെങ്കിലും തവാഫ് അഥവാ സഅയ് ചെയ്യുമ്പോൾ സഅയ് ചെയ്തതിന് കുഴപ്പമില്ല, ഉംറക്കും ഹജ്ജിനൊക്കെ വരുമ്പം എന്ന ആയത്തിറക്കാനുള്ള കാരണം എന്താ? പണ്ട് മുശ്രിക്കീങ്ങൾ അഥവാ പിന്നെ സഫയിലും മർവയിലും വിഗ്രഹങ്ങളെ വെച്ചിരുന്നു. അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സഅയ് നടത്തുമ്പോൾ അവർക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. പിന്നെ ഷിർക്കിലേക്ക് എത്തിപ്പോകുമെന്നുള്ള പേടി. അപ്പോഴാണ് അള്ളാഹ് പേടിക്കേണ്ട, പ്രശ്നമൊന്നുമില്ല എന്നുള്ള ആയത്തിറക്കുന്നത്. അപ്പോൾ ആ സഅയ് കഅബേൻ്റെ ഉള്ളിൽ വിഗ്രഹം, സഫയിൽ വിഗ്രഹം, മറുവയിൽ വിഗ്രഹം, ഇതൊക്കെ ആരാ ചെയ്തത്? മക്കത്തെ മുശ്രിക്കുകൾ ആ സമയത്ത് ചെയ്തിരുന്നു. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് അതാര് മാത്രം നൽകേണ്ടതാ? അള്ളാഹ്. അത് ഏത് കുടുംബത്തിൽ ജനിച്ചാലും ചിലപ്പോൾ കിട്ടില്ല, ഏത് നാട്ടിൽ ജനിച്ചാലും കിട്ടില്ല, ഏത് പുണ്യഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കിട്ടില്ല. ഇതാര് തന്നെ വിചാരിക്കണം? അള്ളാഹ് വിചാരിക്കണം. അത് നമ്മൾ തർക്കിച്ചിട്ടോ അടിയുണ്ടാക്കിയിട്ടോ പിന്നെ വാദം നടത്തിയിട്ടോ ഒന്നും വാങ്ങേണ്ടതല്ലേ. രണ്ട് കൈ ഉയർത്തിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ് വേണ്ടത്. പഠിച്ചോനെ എനിക്ക് നമ്മൾക്ക് എന്ത് ചെയ്യില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അത് മാത്രമേ വഴി. അത് അള്ളാഹ് വിചാരിച്ചാൽ ഒരാളെ മനസ്സ് മാറ്റും. ഇന്നത്തെ ആ കേസാകട്ടെ, ആ കുട്ടിയുടെ മനസ്സ് അള്ളാഹ് വിചാരിച്ചാൽ ആ കുട്ടിയുടെ മനസ്സ് മാറും. നടക്കുന്നത് ലോകത്ത് മുഴുവൻ എന്താണ്? എഴുതി വെക്കപ്പെട്ടത് മാത്രമേ ലോകത്ത് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ആദ്യമായിട്ട് പോലും നിസ്കാരത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. നിസ്കാരത്തിലെ ആദ്യത്തെ ദുആ എന്താ? ഫാത്തിഹയിൽ ആദ്യത്തെ ദുആ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതുവരെ ദുആയില്ല. അള്ളാഹിനെ പുകയത്തിലൊക്കെ പറഞ്ഞിട്ട് ഒരു കരാർ, ഇയ്യാക നഅ്ബുദു എന്നുള്ളൊരു കരാറാണ് പറയിപ്പിക്കുന്നത്. കരാറ് പറയുമ്പോൾ അള്ളാഹിൻ്റെ മറുപടി ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലൊരു കരാറാണ്. വലി അബ്ദി മസായിൽ, ഇനി എന്നോട് എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ചോദിക്കാൻ തുടങ്ങുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർമാർഗത്തിൽ നയിക്കണേ അള്ളാഹ്. അതല്ലയ ലാലിമീങ്ങൾക്ക്, തോന്നിവാസികൾക്ക് ഈ ഹിദായത്ത് അള്ളാഹ് നൽകില്ല. ഇത് ഹിദായത്ത് നമ്മൾക്ക് നൽകിയത് അള്ളാഹ് നമ്മളോട് കാണിച്ചൊരു ഔദാര്യമായിട്ട് കുട്ടിയാൽ മതി. നമ്മൾ മുസ്ലിങ്ങളായിട്ട് ഇടങ്ങാറായി എന്ന് വിചാരിക്കുന്നതിന് പകരം അള്ളാഹ് എന്നോട് കാണിച്ചൊരു ഔദാര്യം കൊണ്ട് എനിക്ക് ഹിദായത്തിൻ്റെ വഴിയിലേക്ക് എത്തി. ഇനി പഠിച്ചോനെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നീ ഇതിൽ മരിക്കുന്നത് വരെ എന്ത് ചെയ്യണേ? ഉറപ്പിച്ച് നിർത്തണേ. ഇവിടെ ഉത്തരം മുട്ടിയിട്ടുണ്ട് രാജാവ്. ചിലപ്പോൾ ആളുകൾ കാണുന്നുണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും, പക്ഷെ വിശ്വസിച്ചോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ ചരിത്രം, നജ്റാനിൽ കിടങ്ങുകൾ കുഴിച്ചു അല്ലേ. ഒരവസാനം പിന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ആ രാജാവിനോട് ഒരു കുട്ടിയെ ഒരു അത്ഭുത ബാലൻ രാജാവ് കൊല്ലാൻ നിരന്തരം കൽപ്പിക്കുകയാണ്. കുട്ടി പറയണം എന്നെ കൊല്ലാൻ കഴിയൂല, നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശരീരത്തിൽ ആവനായിൽ നിന്നൊരു അമ്പെടുത്തിട്ട് എന്നെ എറിഞ്ഞാൽ മാത്രമേ കൊല്ലാൻ പറ്റൂ. എല്ലാവരും ഒരുമിച്ച് കൂട്ടി. ആ നാട്ടിലത്തെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ബിസ്മിയും പറഞ്ഞിട്ട് ഈ കുട്ടീനെ കൊല്ലുന്നത്. കുട്ടി മരിക്കുന്നു. കുട്ടി മരിക്കലോടുകൂടി എല്ലാവരും മുസ്ലിമാകാണ്, കുറച്ച് ആളുകൾ ഒഴുകി. അപ്പം ആ നാട്ടിലത്തെ എല്ലാവരും, രാജാവിന് പോലും സത്യം മനസ്സിലായി. അള്ളാൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഈ കുട്ടി മരിച്ചത്. എല്ലാവരും മുസ്ലിമായി. അങ്ങനെയാണ് പട്ടാളക്കാർ രാജാവിനോട് പോയി പറയുന്നത്, നിങ്ങളെന്ത് വിഡ്ഢിത്താ കാണിച്ചത്? നിങ്ങൾ ഈ പരസ്യമായിട്ട് ബിസ്മില്ല ഈ കുട്ടീൻ്റെ അള്ളാഹുൽ എന്ന് പറഞ്ഞിട്ട് അമ്പെയ്തത് കൊണ്ടാണ് കുട്ടി മരിച്ചതും എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നതും. അപ്പോഴാണ് കിടങ്ങുകൾ കുഴിക്കാൻ വേണ്ടി പറഞ്ഞതും മുസ്ലിങ്ങളായ ഓരോരുത്തരെയും കിടങ്ങിലേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പറഞ്ഞതും. അതാണ് വസ്സമാ ഇദാത്തിൽ ബുറൂജ് എന്ന സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം. ഈ നിലയ്ക്ക് സത്യം ബോധ്യപ്പെട്ടാൽ ഉടനടി എല്ലാവരും ഒന്നും വിശ്വസിക്കും എന്നൊന്നും ആർക്ക് ധാരണ വേണ്ട? നമുക്ക് വേണ്ട. ഇത് ആരെന്നെ മനസ്സിലിട്ട് കൊടുക്കേണ്ടത്? അള്ളയാണ്. അള്ളാഹു താല നമുക്കൊക്കെ മരണം വരെ ഹിദായത്ത് നിലനിർത്തുമാറാകട്ടെ. ഇതാണ് ഈ വിഷയത്തിലെ പിന്നെ ഒരു ചരിത്ര സംഭവം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹുക്കുമും കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ഡൗട്ട് ഉണ്ടാക്കണ്ട. ഉണ്ടോ? വേറെ ഒരു വിഷയമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ സംവാദവുമായി ബന്ധപ്പെട്ട വിഷയം.
ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയലുണ്ട്, എന്തിനാ തർക്കിക്കുന്നത്, എന്തിനാ ചോദ്യോത്തരം, പിന്നെ ഓരോരോ വഴിക്ക് പോട്ടെ, നിങ്ങളെ വഴിക്ക് പോട്ടെ, നിങ്ങൾ നിസ്കരിച്ചാൽ പോലെ എന്തിനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിക രീതി തന്നെയാണ് സംവാദം. വ്യക്തിനെ തെറി പറയുന്ന രീതിയല്ല. ഇബ്രാഹിം നബി ആശയം പറഞ്ഞ് സംവാദം നടത്തി, ഇബ്രാഹിം നബിയോട് ഇങ്ങോട്ട് സംവാദം നടത്തി. ഇത് പിന്നെ ഒരുപാട് സ്ഥലത്തുണ്ട്. വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് ജാദൽ, തർക്കിക്കുന്നു. ആളുകൾക്കൊക്കെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് ആ പണ്ഡിതനെ ഇഷ്ടമില്ല, എനിക്ക് ഈ പണ്ഡിതനെ ഇഷ്ടം, ആ പണ്ഡിതൻ എന്ത് പറഞ്ഞാലും തൗഹീദൻ, എപ്പോഴും ശിർക്കിനെതിരെ, എപ്പോഴും യാർത്ത് പോകരുത്, വിദേഹത്ത് ചെയ്യരുത്, വെറുപ്പ്. എന്താ ഇഷ്ടം, മരിക്കണ്ടേന്ന് ചോദിക്കുന്ന പ്രസംഗം ഉണ്ടാവും അല്ലേ, നിസ്കരിക്കേണ്ടത് മാത്രം. അത് പറയുമ്പോൾ വലിയ വിഷയമൊന്നുമില്ല. നിസ്കരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആരും കല്ലെറിയൊന്നുമില്ല. സുന്നിയും വിചാരിക്കും, മുജാഹിദും വിചാരിക്കും, ജമാഅത്തും വിചാരിക്കും നിസ്കരിക്കണമല്ലോ, എന്താ നിസ്കരിക്കണ്ടേ. അത് വലിയ ത്യാഗമല്ല. പക്ഷേ ഒരു മനുഷ്യൻ ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പൊക്കെ എടുക്കണം, പക്ഷെ അള്ളാഹിനോടുള്ള കടമയിൽ. നിങ്ങൾ നമ്മുടെ നാട്ടിലത്തെ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അല്ലേ. ഭർത്താവ് വരുമെന്ന് വിചാരിച്ചിട്ട് എത്രയാ ഒരു മയ്യത്തിൻ്റെ കൂടെ ഇങ്ങനെ അരികിലിരിക്കുന്നത്. ഈ ഒരു ഈ ഒരു വിശ്വാസമുള്ള ജനതയാണ് കൂടെയുള്ളത്. എത്രത്തോളം ലോകം പുരോഗമിക്കുന്നു അത്രത്തോളം ശിർക്കും പുരോഗമിക്കുകയാണ്, അത്രത്തോളം ശിർക്ക് പുരോഗമിക്കുക അല്ലേ. പണ്ട് ഒരു സലാത്ത മദീനത്തേക്ക് വരുന്നെങ്കിൽ ഇപ്പോൾ കോടിക്കണക്കിന് സലാത്ത മദീനത്തേക്ക് നാട്ടിൽ നിന്ന് കയറ്റി വിടുന്നത്. അങ്ങനെ ശിർക്കും പുരോഗമിക്കുക. ഇത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ചിലപ്പം ഖണ്ഡനം നടത്തേണ്ടി വരും, മറുപടി പറയേണ്ടി വരും, സംവാദം നടത്തേണ്ടി വരും, ഒക്കെ ശരിയാണ്. എന്നാൽ ആ ഭാഗം നമ്മൾ മാറ്റി വെക്കരുത്. രണ്ടാമതൊരു ഭാഗമുണ്ട്, വിഷയം മാത്രമാണ് പറയേണ്ടത്. ഇന്ന് വ്യക്തിയുടെ ന്യൂനതയോ ഇന്ന് പരസ്യമായിട്ട് ഒരു ആളുകൾക്ക് മുമ്പിൽ വെച്ചിട്ട് വ്യക്തിപരമായ വഷളത്തരങ്ങളൊന്നുമല്ല, മാന്യമായിരിക്കണം. പിന്നെ അതുപോലെ അമാന്യവരുടെ തഫ്സീർ കൃത്യമായതിൻ്റെ രീതിശാസ്ത്രമുണ്ട്. ആ വിഷയമായിരിക്കണം. നമ്മളല്പം താണു കൊടുത്താലുമേ ഇല്ല, സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആ നിലയ്ക്ക് അപ്പുറത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സഹാബികളെ, തൗറാത്ത് അറിയുന്നവരെ, അതുപോലെ തന്നെ ഇഞ്ചീൽ അറിയുന്ന സഹാബികളെ, തൗറാത്ത് അറിയുന്നവരെയൊക്കെ ജൂതനോട് സംവാദം നടത്താൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതും ഇസ്ലാമികമാണ് എന്നതിന് തെളിവാണ്. ഇബ്രാഹിമിയുടെ കാലത്ത് തന്നെ ഈ സംവാദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് അപ്പോഴും വിഴുങ്ങൊന്നും വേണ്ട. ഇത് ഈ നിലക്ക് തന്നെ മനസ്സിലാക്കുക. ഉണ്ടോ? ആളുകൾക്കൊരു പൊതുധാരണയാണിത്. അത് ധാരണ ഉണ്ടാകാനൊരു കാരണം, ഒരു നെഗറ്റീവ് വശമുണ്ട്. പിന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പം വിഷയത്തേക്കാൾ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും രീതിയായിരിക്കാം വരുന്നത്. അത് ആ വിഷയം മാറ്റിവെക്കുക എന്നതല്ലാതെ ഇങ്ങനത്തെ ഒരു തർക്കം, ഇങ്ങനത്തെ ഒരു വിഷയം, മറുപടി, ഇത് ഇസ്ലാം പണ്ട് കാലത്തെ ഖുർആനിക ശൈലിയിലും ഹദീസിൻ്റെ ശൈലിയിലും ഒക്കെ ആ നിലയ്ക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റുകയും ചെയ്യും. ഇനി അടുത്തൊരു ഉദാഹരണം, അല്ലെങ്കിൽ ക അല്ലതി നട്ടോ, അതാണ് കൂട്ടി വായിക്കുന്നത്. ക പോലെ എന്നാ, കല്ലതി ഒരുത്തനെ പോലെ. ഒരു ഉദാഹരണം ഇവിടെ കഴിഞ്ഞു, ഇബ്രാഹിം എവിടെയും നമ്രൂദിൻ്റെയും. ഇനി റസൂലുള്ളാഹി അടുത്ത പറയണ കല്ലതി ഒരുത്തനെ പോലെ. മറ, അദ്ദേഹം നടന്നു, അല ഖറിയത്തിൻ, ഒരു നാട്ടിലൂടെ, ഒരു രാജ്യത്തൂടെ അയാൾ ഇങ്ങനെ നടക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത വഹിയ, അത് ഹാവിയത്തുൻ അല ഉറൂഷിയ, ഹാവിയ അത് വീണടിഞ്ഞ് കിടക്കുകയാണ്, മറിഞ്ഞു വീണാണ്. അല ഉറൂഷിയ അതിൻ്റെ മേൽപ്പുരകളോടെ. ഖുർആൻ്റെ ഒരുപാട് പിന്നെ സമൂഹത്തിന് ശിക്ഷകൾ കിട്ടിയ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നീ കണ്ടില്ലേ ചില നാടുകളൊക്കെ ഹാവിയത്തിന് അല ഉറൂഷി, അത് മേൽപ്പുരകളോട് ഇങ്ങനെ ചവിട്ടി വീഴുകയാണ്. എത്ര കിണറുകൾ, കൊട്ടാരങ്ങളൊക്കെ മറിക്കപ്പെട്ടു അള്ളാഹിൻ്റെ ശിക്ഷ വന്നിട്ട്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്ത് കൂടെ, ആ രാജ്യത്തിൻ്റെ പ്രത്യേകത മേൽപ്പുരകളോട് വീണ് കിടക്കുന്ന, നിർജ്ജീവമായി കിടക്കുന്ന ഒരു ഭൂമി, ഒരു രാജ്യം. ഖാല, അദ്ദേഹം ചോദിച്ചു, അന്ന യുഹീ ഹാദിഹില്ല, ഇതിനെ എങ്ങനെയാ അള്ളാഹു തആല ജീവിപ്പിക്കുക? ഇതാകെ നശിച്ചു പോയില്ലേ, ഇതിലെ ആൾക്കാരും നശിച്ചു പോയി. ബഅദ മൗതിഹ, അത് നിർജ്ജീവമായതിനു ശേഷം. അപ്പോൾ ആരാണ് നടന്നുപോയത്, ഏതാണ് ആ നാട് എന്നതിൽ പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന കാണാം. നാട് എന്ന് പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ജെറൂസലമാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഏതാണ് ആ വ്യക്തി എന്നുള്ളത് ഉസൈർ നബിയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. വേറെ പിന്നെ അർമിയ എന്നും അതുപോലെ തന്നെ പിന്നെ ഹസ്കീൽ എന്നൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിലും ഉസൈറാണ് ആ പിന്നെ നടന്നുപോയ വ്യക്തിയും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് അള്ളാഹു തആല നിർജ്ജീവമായി കിടക്കുന്ന ഈ രാജ്യത്തെ ജീവിപ്പിക്കുക എന്ന് ചോദിച്ചതും ഉസൈറാണ് എന്നും പറയപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ പിന്നെ ഈ പറയപ്പെടുന്നത് ഉസൈർ ഈ നാട്ടിലേക്ക് ഇനി അടുത്ത ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും. എന്നിട്ട് ഞാനത് പറയാം. ഖാല അന്ന യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതി, എങ്ങനെയാണ് അള്ളാഹ് ഈ രാജ്യം ഇങ്ങനെ മേൽപ്പുരകളോടെ വീണ് ചത്ത് കിടന്നിട്ട് ഇനി എങ്ങനെയാണ് അള്ളാഹു തആല ജീവിപ്പിക്കുന്നത്? അള്ളാഹ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുകയാണ്.
ഫ അമാത്തഹുല്ല, ചോദിച്ച ഉസൈർ നബി അള്ളാഹ് എന്ത് ചെയ്തു? ഫ അമാത്ത, മാത്ത മരിക്കുക, അമാത്ത മരിപ്പിക്കുക. ഫ അമാത്തഹുല്ല, അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. മിഅത്ത ആം, എത്ര? 100. മിഅത്ത ആം, ആം എത്രയാ? ആം എന്ന് പറഞ്ഞാൽ ശരിയാണ്, വർഷം. 100 കൊല്ലം അള്ളാഹ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ മരിപ്പിച്ചു. ഒരു 100 കൊല്ലം മരിച്ചു കിടക്കേണ്ടി വന്നു അദ്ദേഹം. സുമ്മ ബഅസ, പിന്നീട് എന്ത് ചെയ്തു? അള്ളാഹു അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. ഖാല, എന്നിട്ട് അള്ളാഹ് ചോദിച്ചു, കം ലബിസ്ത, നീ എത്ര കഴിച്ചു കൂട്ടി? അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്, എഴുന്നേറ്റു. അദ്ദേഹത്തെ 100 കൊല്ലം മരിച്ചു എന്നുള്ള ഇങ്ങനെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എത്രയാണ് ഉറങ്ങിയത്? ഖാല കം ലബിസ്ത, ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഞാൻ 1 അല്ലെങ്കിൽ 2 അല്ലേ, ഔ ബഅദ, അല്ലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പഠിച്ചനെ ഉറങ്ങിയിട്ടുള്ളൂ. ഖാല, അള്ളാഹ് പറഞ്ഞു, അല്ല. ഖാല, അള്ളാഹ് പറഞ്ഞു, ബൽ, പക്ഷേ ലബിസ്ത മിഅത്ത ആം, നീ 100 കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ആ നബിയോട് അള്ളാഹ് പറഞ്ഞത്, നീ 100 കൊല്ലം കഴിച്ചു കൂട്ടി ഉറക്കി. ഇതുപോലത്തെ ഒരു സംഭവം വേറൊരു സൂറത്തിൽ അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ സംഭവം? അസ്ഹാബുൽ കൗഫ് അല്ലേ? ആ ശിർക്കൻ രാജാവിൽ നിന്ന് തൗഹീദിൽ പഠിച്ച് മനസ്സിലാക്കി അതിന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഗുഹയിലേക്ക് അഭയം തേടിയ ആളുകളെയും അള്ളാഹ് ഉറക്കിക്കളഞ്ഞു. അള്ളാഹ് അവരോടും ചോദിച്ചു, നിങ്ങൾ എത്ര ഉറങ്ങിയിട്ടുണ്ട്? അവരും എന്താ പറഞ്ഞത്? കുറച്ച്. ഇതന്നെയാണ് ഖബറിൽ ബർസഖിൽ ഉറങ്ങിയിട്ട് നമ്മളും പരലോകത്തെത്തിയ നമ്മളും തന്നെ പറയുക, കുറച്ച് ദിവസം അല്ലേ? ഇതുപോലെ തന്നെ അള്ളാഹ് പറയാണ്, നീ 100 കൊല്ലം കഴിച്ചു കൂട്ടി, പക്ഷേ ഫൻലുർ, നീ നോക്ക്, ഉസൈറെ, ഇലാ തആമിക്, നിന്റെ ഭക്ഷണത്തിലേക്ക്, വ ഷറാബിക്, നിന്റെ പാനീയത്തിലേക്കും, ലം യതസന്ന, അതൊന്നും പഴക്കം ബാധിച്ചിട്ടില്ല. നീ 100 കൊല്ലം മുമ്പ് നീ കൊണ്ടുവന്ന ഭക്ഷണം ഒരു കേടും കൂടാതെ എന്ത് ചെയ്യാണ്? നിന്റെ പാനീയവും ഭക്ഷണം അങ്ങനെ തന്നെ കിടക്കുകയാണ്, അത് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ വൻലുർ, നീ നോക്കി, ഇലാ ഹിമാരിക്, നിന്റെ കഴുതയിലേക്ക്, വലിനജ്അലക ആയത്തൽ ലിന്നാസ്, നിന്നെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കഴുത ഉണ്ട് എന്നും ഉറപ്പായി. എന്നിട്ട് ആ കഴുതേനെ പറ്റി ഇനി പറയാണ്, വൻലുർ, നീ നോക്ക്, ഇലൽ ഇളാം, ആ എല്ലുകളിലേക്ക്, അഥവാ കഴുത കൊണ്ടുവന്നല്ലോ, ആ കൂടെയുള്ള ഭക്ഷണത്തിനോ പാനീയത്തിനോ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ കഴുത ചത്തുപോയിട്ടുണ്ട്. ആ കഴുതയെ പറ്റിയാണ് പറഞ്ഞത്, വൻലുർ ഇലൽ ഇളാം, ആ കഴുതയുടെ എല്ലിലേക്ക് നീ നോക്ക്. കൈഫ നുൻഷിസുഹ, എങ്ങനെയാണ് നാം അതിനെ കൂട്ടിച്ചേർക്കുന്നത് എന്ന്, എങ്ങനെയാണതിനെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. സുമ്മ, എന്നിട്ട് നെക്സുഹ, കെസ ധരിപ്പിക്കുക, സുമ്മ നെക്സു, പിന്നെ നാം അതിനെ ധരിപ്പിക്കുന്നു, ലഹ്മ, അതിന് ആ എല്ലുകൾക്ക് നാം എന്ത് ധരിപ്പിക്കുന്നു? ലഹ്മൻ, മാംസം ധരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ എല്ലുകളെ ഘടിപ്പിക്കുന്നത് എന്നും കൂട്ടിഘടിപ്പിച്ച എല്ലുകൾക്ക് എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിയുന്നത് എന്നും നീ ഒന്ന് നോക്ക്. ഫലമ്മ തബയ്യനല, അദ്ദേഹത്തിന് കാര്യം വ്യക്തമായപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അഥവാ ഖാല, അദ്ദേഹം പറയാണ്, അഅലമു, ഞാൻ മനസ്സിലാക്കുകയാണ്, തീർച്ചയായും അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആദ്യം ഇബ്രാഹിം ഇവിടെ ഒരു സംഭവം, ഇവിടെ എന്തിൻ്റെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്? ഉസൈർ നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് സൂചിപ്പിക്കുന്നത്. അഥവാ നേരത്തെ നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബിയോട് തർക്കിച്ചത് അള്ളാഹനെ നിഷേധിക്കുന്ന രൂപത്തിലാണ്. ഇവിടെ ചത്ത് കിടക്കുന്ന ഒരു ഭൂമിയെ കണ്ടിട്ട് എങ്ങനെയായിരിക്കും അള്ളാഹ് ഇതിനെ ജീവിപ്പിക്കുന്നത് എന്ന് ഉസൈർ നബി നിഷേധ രൂപത്തിലായിരിക്കും അള്ളാഹിനോട് ചോദിച്ചത്. ഒന്ന് പറഞ്ഞാനേ, ഒരു പ്രവാചകൻ എന്തിനായിരിക്കും അള്ളാഹിനോട് ചോദിച്ചത്? അല്ലേ, നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കാര്യം നേരിട്ടൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അള്ളാഹ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദേഹം വേറെ ആരെതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതിനേക്കാൾ ഏറ്റവും ഹൈറ് അദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്യുക? അനുഭവിപ്പിക്കുക. അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു അദ്ദേഹത്തെ തന്നെ ചെയ്തു. എന്താ ചെയ്തത്? മരിപ്പിച്ച് 100 കൊല്ലം അദ്ദേഹത്തെ എന്ത് ചെയ്തു? അങ്ങനെ ഉറക്കിക്കിടത്തി. ചില തഫ്സീർ തന്നെ കാണാം നിങ്ങൾക്ക്. മരിച്ചു കഴിഞ്ഞാൽ ഏത് ലോകമാണ്? ബർസഖ്. പിന്നെ എവിടെയാണ് എഴുന്നേൽക്കുക? മഹ്ശറിൽ. 2 ജീവിതം ഉണ്ടാകും. ഒന്ന് ദുനിയാവിലെ ജീവിതം, പിന്നെ എവിടെയുള്ളത്?
പരലോകത്തെ ജീവിതം. അതിൻ്റെ ഘട്ടം ഘട്ടമാകുമ്പോൾ 5-6 ഘട്ടങ്ങളിലൊക്കെ ഉണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ അദ്ദേഹത്തിലൂടെ ജീവിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ തന്നെ മരിച്ചു, പിന്നെ ഇവിടെ തന്നെ ജീവിച്ചു, ഇനിയും മരിക്കും, ഇനിയും പരലോകത്ത് വരും. അത് അള്ളാഹിൻ്റെ രീതിക്ക് എതിരല്ലേ എന്നത് അല്ല. സാധാരണ നോർമലി കേസ് ഒരാൾ ജീവിക്കും, മരണപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്തു ചെയ്യും, പരലോകത്ത് വരും എന്നതാണ്. എന്നാൽ അസ്ഹാബുൽ കൗഫിൻ്റെ സംഭവങ്ങളിൽ, അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത മരിച്ചവരെന്തിയിലായിരുന്നു, അള്ളാഹിൻ്റെ അനുവാദത്തോടു കൂടി ജീവിപ്പിക്കലായിരുന്നു. പക്ഷികളെ അത് ആ നിലയ്ക്ക് കളിമണ്ണ് കൊണ്ട് പക്ഷികളുണ്ടാക്കി ജീവൻ നൽകലായിരുന്നു. ഇങ്ങനെ പ്രത്യേകം അള്ളാഹിൻ്റെ പ്രകൃതിക്കനുസരിച്ച് മുഅ്ജിസത്ത് എന്ന നിലക്ക് അമ്പിയാക്കളിലൂടെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, അല്ലാഹു തആല ഇവിടെ ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ ചില അത്ഭുതങ്ങൾ അള്ളാഹ് ഉണ്ടാക്കും. അതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, കൂട്ടിച്ചേർക്കരുത്. രീതി ജീവിതം, പിന്നെ ബർസഖ്, പിന്നെ ആഖിറ. ഇത് തന്നെയാണ് ഇതിൻ്റെ നിലപാട്. ഇത് അല്ലാഹു തആല പ്രത്യേകം സ്പെഷ്യൽ കേസുകളായിട്ട് അല്ലാഹു തആല കൊണ്ടുവരുത്തലാണ്. ഈ വിഷയത്തിലും അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, എത്രയാണ് നീ എന്ത് ചെയ്യുന്നത്, ഉറങ്ങിയത്? ഇപ്പോൾ 1-2 ദിവസം എന്ന് മാത്രം പറഞ്ഞു, പക്ഷേ 100 കൊല്ലം ഉറങ്ങിയതും, അതുപോലെ തന്നെ ഈ കഴുത അതിൻ്റെ എല്ലുകൾ പിന്നെ മാറിപ്പോയതും അതിനെ ഘടിപ്പിച്ച് മാംസങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അള്ളാഹ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. ആയിലമു, ഞാൻ മനസ്സിലാക്കുകയാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളതാണ്, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹ് കഴിവുണ്ട് എന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഈ ഉസൈറിനെ പറ്റി പറയപ്പെടുന്ന ഖുർആനിലോ ഹദീസിലോ വന്നതല്ല, ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത്. അമാനി മൗലവി തഫ്സീർ പിന്നെ ഈ അത് വിശദീകരിക്കുന്നതിൽ ചെറുതായിട്ട് അറബി തഫ്സീറുകളൊക്കെ കാണാൻ കഴിയും. ഉസൈർ അള്ളാഹിൻ്റെ മോനാണ് എന്ന് പറയുന്നവരുണ്ട്. ആര്? ജൂതന്മാർ അല്ലേ? ഉസൈർ ബിനുള്ള പറയാനുള്ളൊരു കാരണം ഇന്നതാകാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നത്, ഉസൈർ നബി 100 കൊല്ലം ഉറങ്ങിയിട്ട് നാട്ടിലേക്ക് വന്നു, ജെറൂസലമൊക്കെ വന്നു. അപ്പം ഞാൻ ഉസൈറാന്ന് പറഞ്ഞു. അങ്ങോട്ട് ഉസൈറാന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമോ? എല്ലാവരും കളിയാക്കുന്ന പോലത്തെ നീ ഒരു കള്ളനാന്ന് പറഞ്ഞു. എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാപ്പോൾ ഉസൈർ തൗറാത്ത് തെറ്റുകൂടാതെ അന്ന് തൗറാത്ത് ആ നിലക്ക് ആരും അറിയില്ല, പക്ഷേ തെറ്റുകൂടാതെ ഉസൈർ എന്ത് ചെയ്തു, അത് മുഴുവൻ വായിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇത് ഉസൈർ. അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അള്ളാഹിൻ്റെ മോനാണ് എന്നത് ഇക്കാരണം കൊണ്ടാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. ആയത്തുകളിൽ വന്നതല്ല, ഹദീസിൻ്റെ ലഫ്ലുകളിൽ വന്നതല്ല, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്തിനാണത് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ പണ്ഡിതാഭിപ്രായങ്ങളാക്കി മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പിഴവ് പറ്റൂല. ആലിമീങ്ങളായതുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നത് എല്ലാവരോടും നമ്മളിത് വിളമ്പൂല. പിന്നെ അത് മനസ്സിലാക്കാനുള്ള സെൻസ് നമുക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യാണ്, ഇൻഷാ അല്ലാഹ് ഈ നിലക്കൊക്കെ ഈ തഫ്സീറുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ആയത്തിൻ്റെ ചുരുക്കം. ആദ്യ ആയത്ത് ആരെ പറ്റിയായിരുന്നു പറഞ്ഞത്? ഇബ്രാഹിം നബി. ഈ ആയത്തോ ഉസൈർ. നിങ്ങളോട് പറയാനുള്ളത് പിന്നെ അൽ ബഖറ എന്ന് പറയുന്ന ഖുർആനിലെ ഏറ്റവും വലിയൊരു സൂറത്താണ്. അത് കൂടെ നമ്മൾ സാധാരണക്കാരിങ്ങനെ സഞ്ചരിക്കുന്നത്. ഇത് കുറേ മുമ്പൊന്നും തട്ടി മുട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. ഈ കഥകളൊക്കെ ഇതിപ്പം നമ്മളോട് എന്തിനാ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ ആയത്തിങ്ങനെ എടുത്തു പോകുകയാണ്. ഇതൊരു അവസരമാണ്. നമ്മൾക്ക് ചിലപ്പോൾ നമ്മളെ ലൈഫിൽ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, 10, 40, 45 വയസ്സ് ആൾക്കാർ ഇതിലുണ്ടാവും. എപ്പോഴെങ്കിലും അൽ ബഖറേൻ്റെ ആ അർത്ഥങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും സഞ്ചരിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഉണ്ടോ? വായിച്ചാൽ ഈ വിശദീകരണങ്ങൾ പോകുന്നില്ലല്ലോ. പക്ഷെ ആ ഒരു അവസരമാണത്. അപ്പം ഇങ്ങനെയൊക്കെ അള്ളാഹിൻ്റെ ഖുർആനിൽ നമ്മൾ നോമ്പിന് ഖത്തം തീർക്കുന്ന ഖുർആനിൽ ഇങ്ങനെയൊക്കെ കാര്യം പറയുന്നത് എന്നൊരു മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം അൽഹംദുലില്ലാഹ് നമ്മൾക്ക് കിട്ടുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? ചോദിക്കുക. ഉണ്ടോ? ഇല്ല, പിന്നെ ചോദിച്ചോണ്ടല്ല മാഷാ അല്ലാഹ് പിന്നെ പറയണ ജസാക്കല്ലാഹ് ഖൈർ. ഇതേ രീതിയിൽ തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ നബിമാർ വന്നത് കൊണ്ടാണോ ഇവർ വന്നതെന്നുള്ളതല്ല. നമ്മളെ നാട്ടിൽ പണ്ടും കോഴിക്കോട് മാറാടും പിന്നെ ബേപ്പൂർ എവിടെയൊക്കെ മുമ്പ് കണ്ടിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ ജീവിക്കുമെന്നത് ഇവർക്ക് പ്രത്യേകമായ തോന്നലുണ്ടാകുകയും അതിനുവേണ്ടി പൂജ നടത്തുകയും വെളിപാടുണ്ടാകുകയും അതിനുവേണ്ടി കാത്തു നിൽക്കുന്നത്. നാട്ടിലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ കൈകാര്യം ചെയ്യാത്ത പ്രശ്നമാണ്. അവരെയല്ല ഇതൊക്കെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾ. കാരണം അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ. പിന്നെ ഇസ്ലാമികപരമായിട്ട് അങ്ങനത്തെ ഒരു തെളിവില്ല. അമ്പിയാക്കളിലൂടെ പ്രകടമാകുന്ന അള്ളാഹ് സ്പെഷ്യലായിട്ട് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത്, ഇപ്പോഴും ഒരു കാലത്ത് എന്നല്ല,
പിന്നെ ഈ റാത്തീബൊക്കെ ചെല്ലുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ മൊഹീദി ഷെഖിൻ്റെ എന്തായിരുന്നു ചിലൽ കുത്ത് റാത്തീബല്ല, മൗലിദുമല്ല, വേറൊന്നുണ്ട്, കുത്തുബിയത്ത്. കുത്തുബിയത്തൊക്കെ ചെല്ലുന്ന സമയത്ത് 12 റക്അത്ത് നിസ്കരിച്ച് ആ ഓരോ റക്അത്തിൽ ഇന്ന സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഈ കുത്തുബിയത്തിൻ്റെ വരികൾ ചെല്ലിയാൽ അല്ലേ, ആ വരികളുടെ അർത്ഥങ്ങൾ ആകാശത്ത് നിന്ന് മഴ തരുന്ന മൊഹീദി ഷെഖ് എന്നൊക്കെയാണ് അതിൻ്റെ ആ പുസ്തകത്തിൽ ആമുഖമായിട്ട് എഴുതി വെച്ചത് കാണാം. ഇതൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, മൊഹീദി ഷെഖ് ഹാളിറാകുന്നുണ്ട്, ശരിക്കും ഹാളിറാകുന്നത്. എത്രത്തോളം ഹാളിറാകുന്നുണ്ട്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ കുത്തുബിയത്ത് ചെല്ലുമ്പോൾ വിളക്ക് കത്തിച്ചിട്ട് ചെല്ലാൻ പാടില്ല, വിളക്ക് ഊതിയിട്ട് എന്ത് ചെയ്യണം, ഇരുട്ടത്ത് ചെല്ലണം. എന്നിട്ട് ഇരുട്ടത്ത് ഊതി ചെല്ലിക്കഴിയുമ്പോൾ ഇവർ പറയുകയും ചെയ്യും, ഹാളിറു ഈ മജ്ലിസിൽ ഹാളിറു അല്ലേ, ഇവിടെ വാ. ഹാളിർ എന്ന് വെച്ചാൽ നമ്മൾ മദ്രസ എന്നൊക്കെ ഉസ്താദ് ഹാജർ വിളിക്കുമ്പോൾ പറയില്ലേ, ഹാളിർ എന്ന് പറയും, ഹാജറായിട്ടുണ്ട് ഞാനിവിടെ അല്ലേ. മൊഹീദി ഷെഖ് വരും എന്ന് തന്നെയാണ് വിശ്വാസം. എത്രയോ കാലം മുമ്പ് മരിച്ചുപോയി ഇറാഖിൽ, ബസറയിൽ കബറടക്കം ചെയ്യപ്പെട്ട മൊഹീദ്ദീൻ ഷെയ്ഖ് കേരളത്തിൽ വരും. ഇവിടെ ചെല്ലുമ്പോൾ അപ്പുറത്തും ചെല്ലുന്നുണ്ടാവും, എല്ലാവരുടെയും വരണം. എന്നിട്ട് എന്താ വന്നതിൻ്റെ തെളിവ്, പോയി കഴിഞ്ഞാൽ അവിടെ നിലത്ത് ഈ മുക്കാലിൽ എന്ത് ചെയ്യണം, അരിപ്പൊടി വിതറിയിട്ടുണ്ട്, അതിൽ കാൽപാദം എന്ത് ചെയ്യും, പതിയുകയും ചെയ്യും. നമ്മൾ മുമ്പ് തമാശ പറയലുണ്ട്, ഒരിക്കലും ഏതോ ചട്ടക്കാലുള്ള മൊയിലാരെ പോയി ചട്ടിയത്. അപ്പോൾ ആരോ ചോദിച്ചു പറഞ്ഞു, മൊയ്തീൻ ഷേഖിനും ചട്ടക്കാലാണ്, അങ്ങനെ കാല് ഫുള്ള് പതിഞ്ഞതില്ല അരിപ്പൊടിയിൽ. ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട്. ആ വിശ്വാസം ഇന്നും തിരുത്തപ്പെട്ടിട്ടില്ല. തിരുത്തിയാൽ കുഴപ്പമില്ലായിരുന്നു, ഇന്നും തിരുത്താതെ വരും. അള്ളാൻ്റെ റസൂല് വരും എന്ന വിശ്വാസമുണ്ട് അല്ലേ. അള്ളാൻ്റെ റസൂലിൻ്റെ ഖബറിടത്തിൽ പോയിട്ട് റസൂലെ റിഫായി ഷേഖ് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ പറഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞ റസൂലുള്ളാഹിക്ക് കൊണ്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞതാ. എന്നിട്ടും അള്ളാൻ്റെ റസൂലിനോട് പറയാണ്, ആ കൈയൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് നീട്ടിത്താ റസൂലെ. അപ്പോൾ അള്ളാൻ്റെ റസൂൽ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടിയെന്ന് ഒരു കടമ പറയുന്നു. അതുപോലെ തന്നെ റസൂലുള്ള ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പിടിച്ചു മുത്തി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്തുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഈ വിശ്വാസം തന്നെയായിരിക്കാം ഈ സമുദായത്തിന്, അതും ഏത് നാട്ടിൽ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എല്ലാവരും കണക്കാണ്. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ നിലക്കായ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ വിശ്വാസം എങ്ങനെയാണ്, അള്ളാഹ് പറഞ്ഞത് എത്ര സത്യമാണ്. അള്ളാഹുവിൽ നിന്ന് പിടിവിട്ടാൽ, അള്ളാഹിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെ. ആകാശത്ത് നിന്ന് വീഴുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവനെ കാറ്റ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നറിയില്ല. എല്ലാ സ്ഥലത്തും പോയി നോക്കും, ഈ ജാറും ആ അമ്പലം ഈ പൂജാരി എവിടെയും പോയി നോക്കും. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പോലും ക്ഷേത്രങ്ങളിലേക്കും പൂജകളിലേക്കും തുലാഭാരങ്ങളിലേക്കും എല്ലാം ഒക്കെ എത്തുന്നത് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കില്ല എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഹത്ത യഅ്ബുദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അല്ലെ, ഹത്ത തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് കൂടെ ഒപ്പം എൻ്റെ സമുദായം ചേരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. വഹത്ത യഅ്ബുദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സമയം എത്തുന്നത് വരെ ലോകത്തിന് നാശം സംഭവിക്കില്ല. ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിക്കപ്പെടുന്ന ഒരു സമയം ഇവിടെ വരാനുണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ എല്ലാ വിശ്വാസം വരും, ചേരും, ആരാധിക്കപ്പെടും. എന്നിട്ടേ ലോകം എന്ത് ചെയ്യൂ, നശിക്കൂ. വിശ്വാസം കളങ്കമാക്കപ്പെടും. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ മുമ്പ് പറഞ്ഞു. അതിന്ന് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തുലാഭാരം നടത്താൻ സ്ത്രീകൾ പോകുന്നത്, ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ ജാറങ്ങൾ തേടി പോകുന്നത്. നമുക്ക് പറയാനുള്ളത്, എൻ്റെ എല്ലാ വിഷയം എനിക്ക് അള്ളയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത്. എൻ്റെ റബ്ബൻ എന്ത് പരീക്ഷിച്ചാലും ഞാൻ അള്ളാഹിനെ കൈവിട്ട് മറ്റൊരാളിലേക്ക് പോകില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് വേണ്ടത്. ഇതാണ് ഉസൈർ നബിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം. അദ്ദേഹം ഫലസ്തീനിലെ ജെറൂസലമിൽ, അതാണ് ഈ നാട് എന്നും തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇനി അവസാനം കേൾപ്പിച്ച ആയത്തിൽ കൂടെ വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭവും. രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് അല്ലാഹ് പറഞ്ഞു കൊടുത്തു. ഇനി മൂന്നാമത്തത് ഇബ്രാഹിം നബിനെ പറ്റി തന്നെ. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം. റബ്ബി, എൻ്റെ റബ്ബേ, അരിനി, എനിക്ക് നീ കാണിച്ചതാ. കൈഫ തുഹ്യിൽ മൗത, എങ്ങനെയാണ് നീ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. ഉസൈർ നബിക്കുള്ള അതേ ഡൗട്ട് തന്നെ ആരും ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. ഖാല, അള്ളാഹ് പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹ് ചോദിച്ചു, അവലം തുഅ്മിൻ, നീ അതിൽ വിശ്വസിക്കുന്നില്ലേ ഇബ്രാഹിമേ.
നീ എൻ്റെ ഖലീലാണ് അല്ലേ, അള്ളാഹിൻ്റെ ഉറ്റ ചങ്ങാതിയാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ആ ഇബ്രാഹിമാ ചോദിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചവനെ നീ ജീവിപ്പിക്കുന്നത്? അപ്പോൾ ഇബ്രാഹിമിനോട് അള്ളാഹ് ചോദിക്കുകയാണ്, നീ വിശ്വസിച്ചതല്ലേ? അപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? കാല ബല, അതേ റബ്ബേ ഞാൻ വിശ്വസിച്ചതാണ്. വലാക്കിന് പക്ഷേ ലിയതുമ ഇന്ന ഖൽബി, എന്തിനാണ് എനിക്കൊരു സമാധാനം കിട്ടുക. നമ്മളങ്ങനെ പറയില്ലേ അല്ലേ, സംഗതിയൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് എന്നെ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്താൽ ഒന്ന് ബോധ്യപ്പെടുത്താൻ. അത് അമ്പിയാക്കൾക്ക് അള്ളാഹ് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹിനെ അള്ളാഹ് എങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയി. അവിടെ നിന്ന് ഖുബ്ബത്ത് സഹ്റയിൽ റസൂലുള്ളാഹിൻ്റെ ബുറാക്കിനെ കെട്ടിവെച്ച് അവിടെ ബന്ധിക്കപ്പെട്ടിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായിട്ട് അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിച്ചു. പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോയി, ആകാശത്തേക്ക് കൊണ്ടുപോയി. സ്വർഗം കാണിച്ചു റസൂലുള്ളാഹിക്ക്, നരകം കാണിച്ചു കൊടുത്തു, അതിൽ ആൾക്കാരെ കാണിച്ചു കൊടുത്തു, പിൽക്കാലത്ത് വരാനിരിക്കുന്ന സമുദായത്തെ കാണിച്ചു കൊടുത്തു, ഓരോരുത്തരും അള്ളാഹ് കാണിച്ചു കൊടുത്തു. എന്തിനാ? പ്രവാചകന്മാർക്ക് അള്ളാഹ് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യാണ്? ഓരോന്ന് നൽകുകയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിക്ക് അള്ളാഹ് മനസ്സമാധാനത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അള്ളാഹ് പറയാണ്, ശരി കാല ഓക്കെ, ഫഖുദ് അർബഅത്തൻ മിനത്വയ്ർ, നിനക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നീ ചോദിച്ചതെങ്കിൽ കാല അള്ളാഹ് പറഞ്ഞു, ഫഖുദ് നീ എടുക്ക്, അർബഅത്തൻ മിനത്വയ്ർ 4 പക്ഷികളെ നീ എടുക്കുക, അഥവാ 4 പക്ഷികളെ പിടിച്ചെടുക്ക്. ഫസുറുഹുന്ന, എന്നിട്ട് നീ അവരെ എന്ത് ചെയ്യും? ഫസുറുഹുന്ന ഇലൈക്ക്, നിന്നിലേക്ക് ഇണക്കി ചേർക്ക്, അഥവാ വശീകരിച്ച് പിടിച്ചു വെക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. സുമ്മ, എന്നിട്ട് ഇജ്അൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ, നീ 4 പക്ഷികളെ നിന്നിലേക്ക് ആകർഷിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് പിടിച്ചെടുത്ത് വെച്ചിട്ട് ഈ 4 പക്ഷികളെയും സുമ്മ ജഅൽ, പിന്നീട് നീ ആക്കണം, അലാ കുല്ലി ജബലിൻ, ഓരോ മലയിലും, മിൻഹുന്ന, ആ പക്ഷികളിൽ നിന്നുള്ള ജുസ്അ, ഒരു ഭാഗം. പക്ഷികളെ കൊന്നിട്ട് കഷ്ണങ്ങളായിട്ടാണോ? ഇനിയല്ല, ഈ മലകളിൽ പക്ഷി ഓരോന്ന് വെക്കുകയാണോന്നോ, എത്ര മലയിൽ വെക്കണമെന്നോ, ഏതാണ് ആ മലയെന്നോ, പക്ഷികളിൽ ഏത് വിഭാഗമാണെന്നോ ഒന്നും ആര് പറഞ്ഞിട്ടില്ല? അള്ളാഹ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുകയും വേണ്ട. ഏതുപോലെ അബാബിൽ പക്ഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര വരസിയായിരിക്കും. ഖുർആൻ്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ത്വയ്റൻ അബാബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ത്വയ്റൻ അബാബിൽ എന്ന് പറഞ്ഞാൽ മലയാള പാട്ടുകാരും കഥാപ്രസംഗക്കാരാണ് അബാബിൽ പക്ഷി എന്നൊരു പക്ഷിനെ ഉണ്ടാക്കിയത്. ത്വയ്റൻ അബാബിൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി വരുന്ന ഒരു തരം പക്ഷികൾ എന്നാണ്. പക്ഷെ അതിൻ്റെ മാപ്പിൾ പാട്ടുകാർ എന്തുണ്ടാക്കി? അബാബിൽ പക്ഷി എന്ന് പറഞ്ഞിട്ട് പക്ഷിനെ ഉണ്ടാക്കി. അതുപോലെ തന്നെ അള്ളാഹ് ഇവിടെയും എന്ത് പറഞ്ഞിട്ടില്ല? ഏത് പക്ഷിയാണെന്നോ ഏത് മലയാണെന്നോ എത്ര മലയിൽ വെക്കണമെന്നോ 4 പക്ഷിയെ 4 മലയിൽ കൊണ്ടുവെക്കാമെന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷെ ഒന്നും ആര് വ്യക്തമാക്കിയിട്ടില്ല? അള്ളാഹ് വ്യക്തമാക്കിയിട്ടില്ല. എങ്ങനെ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ആ പക്ഷികളിൽപ്പെട്ടൊരു ഭാഗം വെക്കണം എന്ന് പറഞ്ഞു. അത് കൊന്നിട്ട് കഷ്ണങ്ങൾ വെക്കണം എന്നാണോ? ഇനിയല്ല, ഈ 4 എണ്ണത്തിൽ നിന്നുള്ള ഒരു ഭാഗം, ഒരു പക്ഷിയെ അല്ലെങ്കിൽ 2 പക്ഷിയെ ഇന്ന മല, വേറെ പക്ഷിയെ 4, 5, 6, 7 എന്നൊക്കെ ഉണ്ട്. അള്ളാഹു അലം. ഈ മലകളുടെ എണ്ണമോ പക്ഷിയുടെ പേരോ ഒന്നും ഇവിടെ എന്തല്ല, വിഷയമല്ല. ഇബ്രാഹിം നബിക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? മരിച്ചവരെ അള്ളാഹ് എങ്ങനെയും ജീവിപ്പിക്കും എന്നതാണ് പറയേണ്ടത്. അപ്പം അള്ളാഹ് പറയാണ്, നീ ഈ മലകളിൽ വെക്കുക. സുമ്മ ദുഉഹുന്ന, പിന്നെ നീ അതിനെ വിളിക്കുക. യഅ്തീനക സഅയ, നിൻ്റെ അടുത്തേക്ക് വരും. ഇതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആ പക്ഷികളെ കൊന്നിട്ട് ആ കഷ്ണങ്ങൾ വെക്കുക, അപ്പോഴല്ലേ മരിച്ചിട്ട് ജീവിപ്പിക്കുന്ന രംഗം ഉണ്ടാക്കുക. അപ്പം നീ അതിനെ വിളിച്ചാൽ നിൻ്റെ അടുത്തേക്ക് വരും. വഅലം, നീ അറിയണേ, അന്നല്ലാഹ അസീസുൻ ഹക്കീം, അന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു തആല അസീസുൻ പ്രതാപശാലിയാണ്, ഹക്കീം അഗാധ ജ്ഞാനുമാണ് എന്ന് നീ മനസ്സിലാക്കി എന്ന് അറിയണം എന്ന് ഇബ്രാഹിം നബിയോട് പറയാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് 4 പക്ഷികൾ 4 ഭാഗത്തേക്കാക്കി മാറ്റിയിട്ട് അവരെ വിളിച്ചാൽ അവർ വരും. അതുപോലെ തന്നെയാണ് ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അള്ളാഹിൻ്റെ പരലോകത്തെത്തി 2ാമത്തെ ഊത്തിൽ എല്ലാവരും അള്ളാഹിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? എത്തും. ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെടാൻ ഇത് മാത്രം മതി. ഇതാണ് ഈ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അല്ല, ഇബ്രാഹിം നബിയുടെ പക്ഷിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതൊന്നുമല്ല ഗുണപാഠമുള്ളത്. ഇബ്രാഹിം നബിയുടെ നാട്ടുകാർ ഇബ്രാഹിം നബിയുടെ ദഅവത്തിനെ സ്വീകരിക്കുന്നില്ല, എല്ലാവരും എതിർക്കുകയാണ്. ഇപ്പോൾ ഇബ്രാഹിം നബിക്ക് ദേഷ്യം പിടിച്ച് ആകെ മനസ്സിൻ്റെ ടെൻഷനാണ്. അപ്പോൾ എന്താ പഠിച്ചോനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞ, അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഒരു ഉദാഹരണം പറയാണ്, നീ 4 പക്ഷികളെ കൊണ്ടുപോവാ, എന്നിട്ട് 4 മലകളിൽ വെക്ക്, അല്ലെങ്കിൽ 4 ഭാഗത്തേക്ക് വെക്ക്. സാധാരണ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തത്ത നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും വന്ന് നിന്നാൽ നമ്മളതിൻ്റെ അടുത്തെത്തുമ്പോൾ പക്ഷി നമ്മുടെ അടുത്തേക്ക് വരികയാണോ ചെയ്യുക, പോവുകയാണോ ചെയ്യുക? പോകും. പക്ഷികൾ നമ്മൾ പെട്ടെന്ന് ഇണങ്ങുകയല്ല ചെയ്യുക, അത് ആദ്യം നമ്മൾ പേടിച്ച് പോവുകയാണ് ചെയ്യുക.
ഇങ്ങനെ 4 ഭാഗത്തേക്ക് പോയ പക്ഷിയെ നീ വിളിക്കുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇവരെ ഇവർ പിന്നെ ആ സ്വയം വ്യാഖ്യാനിക്കുന്നത് വെച്ചാൽ നിൻ്റെ നാട്ടുകാരെ നിൻ്റെ ദേവത്തൊന്നും ഇഷ്ടപ്പെടുന്നില്ല, നിന്നെ തൃപ്തിപ്പെടുന്നില്ല, നിന്നെ കള്ളനെന്ന് വിളിക്കുന്നു, ദ്രോഹിക്കുന്നു. പക്ഷേ ഈ പക്ഷികളെ നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, മനുഷ്യരുമായിട്ട് ഇണങ്ങാത്ത പക്ഷികൾ നിൻ്റെ അടുത്തേക്ക് വന്നതുപോലെ നീ ദേഷ്യപ്പെട്ട് നിൻ്റെ മനസ്സമാധാനം കെടുത്തണ്ട, നിൻ്റെ ജനങ്ങൾ നിൻ്റെ അടുത്തേക്ക് എന്തു ചെയ്യും, അവസാനം വരും എന്ന ഒരു മോഡേൺ വ്യാഖ്യാനമുണ്ട്. അത് പിന്നെ ഈ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വ്യാഖ്യാനം പറയുന്ന ആളുകളാണത് പറഞ്ഞത്. അതല്ല, അങ്ങനെ പറഞ്ഞ ആ വ്യാഖ്യാതാക്കൾ അഥവാ ഖുർആനിനെ ഈ നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നവർ ഉപയോഗിച്ച ഒരായത്ത് കൂടിയാണ് ഇത് എന്നുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അള്ളാഹിൻ്റെ ഖുർആനോ ഹദീസുകളോ ഒരിക്കലും നമുക്ക് തോന്നുന്ന രീതിയല്ല, ഇവിടുന്ന് അങ്ങോട്ടല്ല, നമ്മുടെ കാലത്ത് നിന്ന് അങ്ങോട്ടല്ല വ്യാഖ്യാനം പോകേണ്ടത്. ആ ആയത്ത്, ആ ഹദീസ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബികൾ ആ ആയത്ത് ആ ഹദീസ് എങ്ങനെ മനസ്സിലാക്കി, താബിഉകൾ എങ്ങനെ മനസ്സിലാക്കി, തബഉ താബിഉകൾ എങ്ങനെ മനസ്സിലാക്കി, അങ്ങ് നിന്ന് ഇങ്ങോട്ടാണ് എണ്ണേണ്ടത്, ഇങ്ങ് നിന്ന് അങ്ങോട്ടേക്ക് എണ്ണുമ്പോഴാണ് പിഴവുകൾ സംഭവിക്കുക എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അഥവാ ഇബ്രാഹിം നബിയെപ്പറ്റി 2 ആയത്തും ഉസൈർ നബിയെപ്പറ്റി 1 ആയത്തും എല്ലാം വിഷയം മരണപ്പെട്ടവരെ എങ്ങനെ ജീവിപ്പിക്കും എന്ന വിഷയത്തിലാണ്. ഈ ഇരിക്കുന്ന ആർക്കും തർക്കമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു വിഷയം ഇവിടെ ഉണ്ടാകില്ല. പക്ഷെ നമ്മളോടും ഖുർആൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്. മരണശേഷം അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ്. എന്താ അള്ളാഹ് അതിന് തെളിവ് പറഞ്ഞത്? നിങ്ങളെ വിരൽ തുമ്പുകളെ പടച്ചവനാണ് അള്ളാഹ്. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. വിരൽ തുമ്പുകളുടെ പ്രത്യേകത ഫിംഗർ പ്രിൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതുവരെ ജനിച്ചവരും ഇപ്പം ജനിക്കുന്നവരും ഇനി ജനിക്കാൻ പോകുന്നവരും എല്ലാവരുടെയും എന്താണ്, വ്യത്യസ്തമാണ് അല്ലേ? കാണുമ്പോൾ എല്ലാവരുടെ വിരലും ഒരുപോലെ തന്നെയാണ് ഷേപ്പ്, എല്ലാവരുടെ ഫേസും പിന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും വ്യത്യാസമാണ് അല്ലേ? എല്ലാവരും വ്യത്യാസമാണ്. നമ്മൾ സൗണ്ട് വ്യത്യാസം വരുന്നു, പിന്നെ നമുക്ക് ഒരാൾ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു, ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. ഒക്കെ എന്താണ്, അള്ളാഹു തആല എത്ര ആളുകളെ ജനിപ്പിച്ചു, എത്ര ആളുകൾ മരിച്ചുപോയി, ഇനി എത്ര ആളുകൾ വരാനുണ്ട്, ഒക്കെ വ്യത്യസ്തമാണ്. ലോകത്താർക്കാണ് ഇത് കഴിയുക? ആ അള്ളാഹിനെയാണ് ആരാധിക്കേണ്ടത്. ആ അള്ളയാണ് സർവാധിരാജനായ നാഥൻ. ആ അള്ളാഹിൻ്റെ തീരുമാനം മാത്രമായിരിക്കും ലോകത്ത് നടപ്പാക്കുക. ലോകത്ത് വേറെ എത്ര ആളുകൾ ഞാനാണ് ഭരണാധികാരി, എൻ്റെ കൺട്രോളിലാണ്, ഞാൻ പറയും എന്നല്ല, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞവർ പോലും ലോകത്ത് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ദൈവം എന്ന് പറഞ്ഞവർ പോലും അവസാനം ഞാൻ നിൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കടലിൽ മുങ്ങിച്ചാകുന്ന നേരത്തും എന്ത് ചെയ്തത്, മരിച്ചത്. അഥവാ ഒരഹങ്കാരിയെയും അള്ളാഹ് വിട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും പേടിക്കുക വേണ്ട. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ആളുകളാണോ അള്ളാഹിൻ്റെ അടിമകളാണോ നമ്മിൽ ഒരാളെയും പേടിക്കേണ്ട. ഫഹാഫൂനി, നിങ്ങൾ ആരെ മാത്രം പേടിച്ചാൽ മതി? എന്നെ മാത്രം പേടിച്ചാൽ മതി, അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ മതി. അള്ളാഹ് എഴുതി വെച്ചതല്ലാതെ നമ്മൾ ഇന്ത്യ രാജ്യത്താകട്ടെ വേറെ ഈ ലോകത്ത് എല്ലാ ഇസ്ലാമിക ശത്രുക്കളും ഇസ്ലാമിക എതിരുള്ള രാജാക്കന്മാരും ഒരുമിച്ച് കൂടി മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വിചാരിച്ചാലും ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹ് എഴുതി വെച്ചതിലപ്പുറത്ത് ഒരു മുട്ടുസൂചി കൊണ്ടുപോലും കുത്താൻ ആർക്ക് കഴിയില്ല? ഒരാൾക്കും സാധിക്കില്ല. പിന്നെ ഇവിടെ നടക്കുന്നത് മുഴുവനും എന്ത് മാത്രമേ ഉള്ളൂ? അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ മാത്രം. ഇതാണ് ആയത്തിലുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ആയത്ത് വിഷയം മാറിയിട്ട് നമ്മൾക്ക് ഇതുവരെ പഠിച്ചതുപോലെ പിന്നെ ഇടപാടുകൾ എങ്ങനെ നടത്തണം എന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനിയുള്ള ആയത്തുകളൊക്കെ കുറേ പഠിക്കാനുണ്ട്. സാമ്പത്തിക ഇടപാട്, കടമിടപാട്, ദാനധർമ്മങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയാണ് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് മുതലുള്ളത്. 9 മണിക്ക് തന്നെ വരാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും ജീവിതത്തിൽ ഉപകാരപ്രദമായ അറിവാക്കി മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്